ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് അഭി തിരിച്ച് അനന്തപുരിയിലോട്ട് വരികയാണ്. അനന്തപുരിക്കാരെ എങ്ങനെയും തകർക്കണം. ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും വേദന എന്താണെന്നൊക്കെ അറിയണം. അനന്തപുരിക്കാരെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ അഭി തിരിച്ചു വരുന്നത്. നവ്യനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവർക്കിട്ടും നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന് ജലജയോട് പറയുകയാണ് അഭി. ജലജയും അഭിയും കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എരിവ് കയറ്റുന്നതനുസരിച്ച് നവ്യയുടെ സ്വഭാവം പഴയതുപോലെ തന്നെ ആവുകയാണ്. എല്ലാവരോടും വെറുപ്പും ദേഷ്യവും വിദ്വേഷവുമാണ് ഇപ്പൊ നവ്യയ്ക്ക്. നവ്യയുടെ സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം അത് കാണാനുമുണ്ട്. പഴയതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് നവ്യയുടെ സ്വഭാവം എങ്ങനെയായിരുന്നോ ആ ഒരു രീതിക്ക് നവ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അത് ജലജ തന്നെയാണ് കേട്ടോ അങ്ങനെ മാറ്റിയെടുത്തതും. അഭി പറഞ്ഞിട്ടാണ് ജലജ അങ്ങനെയൊക്കെ ചെയ്യുന്നതും. അനന്തപുരിയിലുള്ളവരെ താറടിച്ച് തകർക്കാനായിട്ട് അവർക്ക് മുൻപിലുള്ള ഒരു തുറപ്പ് ചീട്ടാണ് നവ്യ. അതുപോലെ തന്നെ നവ്യനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ. എന്തായാലും നവ്യ അഭിയും ജലജയും പറയുന്ന മാത്രം കേട്ട് വിശ്വസിച്ച് അവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഈ വീട്ടിലിപ്പോൾ ശരിക്കും ഒരു ഇരട്ടത്താപ്പ് നയവാണ്. ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഈ വീട്ടിലെ പുറമ്പോക്കുകളാണല്ലോ എന്നുള്ള രീതിയിൽ മുത്തശ്ശനോട് തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ ജയിലിൽ നിന്നിറങ്ങി അനന്തപുരയിലേക്ക് വരുന്ന അഭിക്ക് വേണ്ടി സംസാരിക്കുന്ന നവ്യയാണ്. ആരെന്ത് കുറ്റപ്പെടുത്തി സംസാരിച്ചാലും അതിനൊക്കെ മറുപടിയായിട്ട് നവ്യ ഉത്തരം പറയുകയാണ്. നവ്യയോടാകുമ്പം എല്ലാ സത്യങ്ങളും തുറന്നു പറയാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നവ്യ എല്ലാവരോടും വളരെ മോശമായിട്ട് തന്നെ പെരുമാറുകയാണ്. അങ്ങനെ നയനെ ആദർശിനെ കാണുമ്പോൾ പോലും നവ്യ വളരെ മോശമായിട്ട് തന്നെ അവരോടും പ്രതികരിക്കുന്നത്. ആദർശ് അഭിയോട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നവ്യ അതിലിടപെടുകയാണ്. നവ്യ എന്നിട്ട് ആദർശിനോട് വളരെ മോശമായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ആഴം എത്ര നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, നിങ്ങളെ ന്യായീകരിച്ച് സംസാരിക്കുന്നവരാണല്ലോ ഇവിടെയുള്ള എല്ലാവരും, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ന്യായമൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ആദർശമൊന്നും പറഞ്ഞുകൊണ്ട് വരികയും വേണ്ട, നിങ്ങൾ പറയുന്ന ആദർശമൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എന്ത് വേണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അഭിയം കൂട്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് നയനയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. കാരണം നയന അവിടെ നന്മമരമാണല്ലോ, സ്വന്തം ചേച്ചിയുടെ ജീവിതം ഇല്ലാതെ പോകരുതെന്ന് ഓർത്തിട്ടാണല്ലോ അഭിയെ പോലുള്ള ഒരുത്തരെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണ് യഥാർത്ഥ കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവനാണ് ഇതിനൊക്കെ പിന്നിലെന്നും യഥാർത്ഥ കുറ്റക്കാരൻ അവൻ തന്നെയാണ്, അനഘയെ ചതിച്ചതും അനഘയെ ചതിച്ച് ഈ അവസ്ഥയിലാക്കിയതും അവനാണ്, അതുപോലെ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യങ്ങളൊക്കെ നവ്യയോട് പറഞ്ഞ ആ നിമിഷം തന്നെ നവ്യ തന്നെ അഭിയെ അവിടുന്ന് പടിയിറക്കും. എന്നാൽ അത് ചെയ്യാതെ ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എൻ്റെ ഭർത്താവ് എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടാലും കുഴപ്പമില്ല, ചേച്ചിയുടെ ജീവിതം സന്തോഷമായിട്ട് പോകണമെന്നായിരിക്കും നമ്മുടെ നയനെ ഓർക്കുന്നത്. അങ്ങനെ കിച്ചണിൽ ഇപ്പം രണ്ടടുപ്പാണല്ലോ ഇരിക്കുന്നത്. ദേവേനയും ജാനകിയും മുത്തശ്ശിയും അതുപോലെ നയനയൊക്കെ കൂടെ ഒരു ഗ്രൂപ്പും, അതുപോലെ തന്നെ നവിയും ജലജയും വേറൊരു ഗ്രൂപ്പും. നയന അടുക്കളയിൽ എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ നവ്യ എത്തുകയാണ്. നവ്യയ്ക്കും കുഞ്ഞിനും അതുപോലെ തന്നെ ജലജയ്ക്കും അവിക്കും ഒക്കെയുള്ള ഫുഡ് റെഡിയാക്കാനായിട്ടാണ് കേട്ടോ വരുന്നത്. ആ സമയത്ത് നയന നന്മമരം കളിച്ചുകൊണ്ട് നവ്യയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇനിയിപ്പോൾ വേറെ ഫുഡൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇവിടെ ഇപ്പം ആവശ്യത്തിന് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡുണ്ട്, ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡല്ലേ ചേച്ചി ഉണ്ടാക്കുന്നത്, ചേച്ചി എന്തിനാ ഇങ്ങനെ എല്ലാവരോടും ദേഷ്യം കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെ നയന പറയുന്നുണ്ടെങ്കിലും നവ്യ അതങ്ങോട്ടേക്ക് ഒട്ടും ഉൾക്കൊള്ളുന്നില്ല. നവ്യ ഉടനെ തന്നെ നയനയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീയും നിന്റെ അമ്മായിമ്മയൊക്കെ ഉണ്ടാക്കിയ ആഹാരം നിങ്ങൾ തന്നെ അങ്ങ് കഴിച്ചാൽ മതി, എനിക്കും എൻ്റെ അബിക്കും അബിയുടെ അമ്മയ്ക്കും ഒന്നും ഈ ഫുഡ് വേണ്ട, ഈ ഫുഡൊന്നും ഞങ്ങൾ കൈകൊണ്ട് പോലും തൊടുകയില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം, നീയേ നിന്റെയും നിന്റെ ആദർശേട്ടൻ്റെയും അതുപോലെ നിന്റെ അമ്മായിമ്മയുടെയും കാര്യമൊക്കെ നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യത്തിൽ ഇനി നിങ്ങൾ കൂടുതൽ ഇടപെടാൻ നിൽക്കേണ്ടെന്ന് തന്നെ പറയുകയാണ് കേട്ടോ നവ്യ. നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അഭി വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ചേച്ചി അഭിക്ക് അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത്, അതിന് വീട്ടിലുള്ളവർ എന്ത് പിഴച്ചു, ചേച്ചി ആ ദേഷ്യം എന്തിനാ ഇവിടെയുള്ള എല്ലാവരോടും തീർക്കുന്നത്, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ പൊരുത്തപ്പെട്ട് പോകാൻ തയ്യാറാണല്ലോ, ചന്തുമോളെ സ്വന്തം മോളെ പോലെ ഏറ്റെടുത്ത് ഞാൻ വളർത്തുകയും ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഒരു പ്രശ്നമില്ല ചേച്ചി, പക്ഷേ ഇത് അതുപോലെ അല്ലല്ലോ, കുടുംബത്തിന്റെ മൊത്തം സൽപ്പേരും കളയുന്ന ഒരു പ്രവൃത്തിയല്ലേ അബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, ജ്വല്ലറിയിലെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിറ്റില്ലേ അബി, അതൊരിക്കലും മുത്തശ്ശൻ സഹിക്കില്ല, ഇത്രയും നാളും ബിസിനസ്സിൽ ഒരു മായവും ചേർക്കാതെ നല്ല രീതിക്ക് തന്നെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, അതിന്റെ നല്ല ലാഭം നമുക്ക് കിട്ടുന്നുമുണ്ട്, പിന്നെ എന്തിനാ അബി ഇങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചത്, കാശ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആദർശനോട് ചോദിച്ചാൽ അവന് കൊടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, വേണ്ടടി ഇനി അയാളുടെ ചെലവിൽ ഞങ്ങൾ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാനല്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും നാളും അബിയോട് കാണിച്ച വേർതിരിവൊന്നും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, പിന്നെയും ഞാൻ എല്ലാം പോട്ടെ എന്നൊക്കെ ഓർത്ത് ക്ഷമിച്ചിരുന്നതാ, ഇനി അങ്ങനെ ക്ഷമിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നയനെ, ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട്, അവന് ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫായിട്ടല്ലായിരുന്നു അവസാനം നിർത്തിയിരുന്നത്, ജയിൽ പുള്ളി ആയതുകൊണ്ട് ഇനി അവനെ ഒരു സ്റ്റാഫായിട്ട് പോലും അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ലെന്നൊക്കെയാണല്ലോ നിന്റെ ഭർത്താവ് പറഞ്ഞത്, വേണ്ടടി ആ ജോലി ഇനി അബിക്ക് വേണ്ട,
അബിക്ക് പുറത്തു പോയാലും ജോലിയൊക്കെ കിട്ടും. ഞങ്ങൾ എന്തായാലും അങ്ങനെ അങ്ങ് ജീവിച്ചോളാം. ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ നവ്യ. നയന പറയുന്നുണ്ട്, ചേച്ചി ചേച്ചി ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങളാരും നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരിക്കും അബിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് ചേച്ചി. ചേച്ചിക്ക് അത് മനസ്സിലാകാത്തതാണ്. അബി അപ്പച്ചിയും കൂടെ ചേച്ചിയെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ടാ ചേച്ചിക്ക് ഞങ്ങൾ പറയുന്നത് മനസ്സിലാകാത്തെന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും നവ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട നവ്യ, ഇനി നീ ഒന്നും പറയണ്ട. നീ പറയുന്നത് ഒന്നും കേൾക്കാൻ എനിക്ക് മനസ്സുമില്ല. എൻ്റെ ഭർത്താവ് ജയിലിൽ പോകാൻ കാരണം നിങ്ങളൊക്കെ തന്നെയല്ലേ. നിങ്ങൾ മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവന് ജാമ്യം കിട്ടുമായിരുന്നു. അവൻ ജയിലിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അതിന് പകരം നിങ്ങൾ ചെയ്ത എന്താ? അവൻ മനഃപൂർവ്വം ജയിലിൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഒരാക്ഷനും എടുക്കാതിരുന്നു. ഇവിടുത്തെ കാരണവരൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇപ്പോൾ ജയിൽ പുള്ളി എന്നുള്ളൊരു പേര് വരത്തില്ലായിരുന്നു. എല്ലാം ചെയ്ത് ഇത്രത്തോളം ആക്കിയിട്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രം പറയരുന്നു അതിനെ. എനിക്കിനി നിങ്ങൾ പറയുന്ന ഒരു ന്യായീകരണം കേൾക്കാൻ താല്പര്യമില്ല. എനിക്ക് എല്ലാവരെയും മനസ്സിലായി. എന്തായാലും രണ്ട് അനിയത്തിമാരും കൂടിയിട്ട് എനിക്ക് നല്ല വിധി തന്നെ ഉണ്ടാക്കി തന്നെന്ന് ഇങ്ങനെ പറയുക. വേണ്ട നയനെ, നീ നിന്റെ ഭർത്താവിന്റെ തെറ്റുകളെല്ലാം ഓടിമറിച്ച് വലിയ പുണ്യാളത്തെ പോലെ ഇവിടെ തന്നെ ജീവിച്ചോ. എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. ദയവ് ചെയ്ത് എന്നെ എൻ്റെ അബിയെ ഉപദ്രവിക്കാൻ വരരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങ് ജീവിച്ച് പൊക്കോളാം. ഒരു കാര്യം നീ ഓർത്തോ, ഞാൻ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നായാലും ഇതിനൊക്കെ തക്കതായി തിരിച്ചടി ഉറപ്പായിട്ടും തന്നിരിക്കുമെന്ന് തന്നെ പറയുക. സകല നിയന്ത്രണം വിട്ട് തന്നെ ഞാനിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എന്നോട് തർക്കിക്കാമെന്ന എൻ്റെ വായിലുള്ളത് മുഴുവൻ തന്നെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് എന്നോട് കൂടുതൽ ന്യായീകരണം ഒന്നും പറഞ്ഞിട്ട് വരാത്തത് തന്നെയാ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് നയനെ ഒന്ന് പേടിപ്പിക്കുകയാണ് കേട്ടോ നവ്യ. അങ്ങനെ നവ്യ എല്ലാ രീതിക്കും തന്നെ അനന്തപുരിലെ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരോടും വളരെ മോശമായിട്ട് തന്നെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുകയാണ്. അനന്തപുരി തറവാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്യുകയാണ് നമ്മുടെ നവ്യ. ജലജ അബിയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ചില സമയത്തൊക്കെ നമ്മുടെ അബിയുടെ പെരുമാറ്റം കാണുമ്പം അബിയാണോ ഈ തെറ്റെല്ലാം ചെയ്തത്, അബിയാണോ ഇനി ചന്ദമോളുടെ അച്ഛൻ എന്നുള്ള സംശയമൊക്കെ രണ്ടുപേർക്കും ആവുകയാണ് കേട്ടോ. എന്നാലും അവിടെയൊക്കെ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുമുണ്ട് നമ്മുടെ അബി. അങ്ങനെ അവസാനം സഹി കേട്ട സമയത്ത് മുത്തച്ഛൻ തന്നെ നവ്യോട് ചോദിക്കുന്നുണ്ട്, എന്താ നവ്യെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പലരോടും നിന്റെ സമീപനം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ മോശമായിട്ടാണല്ലോ നീ എല്ലാവരോടും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ ദേഷ്യപ്പെട്ട്. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ, നവ്യയുടെ സ്വഭാവം പഴയതുപോലെയായി. അബി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അവൾ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അവയെ ജയിലിൽ കിടത്തിയതിൻ്റെ പ്രതിഷേധങ്ങളായിരിക്കും ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ആയിരിക്കും. എന്നാലും നയനമോളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നയനമോളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല വസുന്ധര എന്നിങ്ങനെ പറയുക. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ, നയനമോളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് നവ്യ എന്ന് പറയുക. നയനമോളെ പോലെ തന്നെ ആദേശം ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതം സന്തോഷമായിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ ആ കുട്ടികൾ ഇങ്ങനെ എല്ലാം മറച്ച് മുന്നോട്ട് പോകുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ നവിയോട് പറയുന്നുണ്ട്, നവിയെ, ഞാൻ പറഞ്ഞല്ലോ നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് അവൻ ജയിലിൽ പോയതും അതിന്റെ ശിക്ഷയാണ് അവന് കിട്ടിയിരിക്കുന്നതും. അതിൽ ഈ വീട്ടിലുള്ളവരോട് നീ നിന്റെ ദേഷ്യം കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നയനമോളോടും ആദർശനോടുമുള്ള നിന്റെ സമീപനം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണക്കാരൻ നിന്റെ ഭർത്താവ് അബി തന്നെയാണ്. അവനെയാണ് നീ ആദ്യം നേർവഴിക്ക് നടത്തേണ്ടത്. അല്ലാതെ ഈ വീട്ടിലുള്ളവരെ മര്യാദ പഠിപ്പിക്കാനല്ല നീ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിനോട് തന്നെ ചോദിച്ചു നോക്ക്. അവൻ ഈ തെറ്റുകളെല്ലാം സമ്മതിക്കുന്നുണ്ടല്ലോ. അവൻ കാരണമാണ് ഈ തറവാട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ തറവാടിന് നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നതും അവൻ തന്നെയാണ്. അവനെ പോലുള്ളൊരുത്തൻ കാരണം മോളുടെ ജീവിതവും ഇങ്ങനെയായി പോയില്ലെന്നോർത്ത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുക. അന്നേരം നവ്യ മുത്തച്ഛനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ എൻ്റെ അഭി മാത്രമേ ഉള്ളൂലേ കൊള്ളരുതാത്തത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ചോരയായ ആദർശ് എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും ഒരു തെറ്റായിട്ട് നിങ്ങൾ നോക്കൂല അല്ലേ? ഒരു പെണ്ണിനെ ചതിച്ച് അവളിൽ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് ഇവിടെ കൊണ്ട് വളർത്തിയ എല്ലാം അങ്ങനെ തേച്ചു മാച്ച് കളയാനാണോ നിങ്ങൾ വിചാരിച്ചത്? ഒന്നും അങ്ങനെ ആരും മറന്നു കളയത്തൊന്നുമില്ല. ചന്തുമോൾ അയാളുടെ കുഞ്ഞു തന്നെയല്ലേ? അയാൾ ചെയ്ത ഇതുപോലൊരു തെറ്റ് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നത്? അപ്പൊ പിന്നെ അതെന്താ ഒരു സൽപ്രവൃത്തി വല്ലതും ആണോ? അഭി ചെയ്ത ചെറിയ തെറ്റുകളെ പോലും ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട് കാണുന്നു നിങ്ങൾ. എന്തുകൊണ്ട് അയാൾ ചെയ്ത തെറ്റിനെ വലുതായിട്ട് കാണുന്നില്ല? അയാൾ ആ തെറ്റ് ചെയ്തെന്ന് സമ്മതിച്ചിട്ട് പോലും നിങ്ങൾ അതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്തത്? അയാൾക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? അയാളെ ഈ വീട്ടിൽ നിന്ന് പടിക്ക് പുറത്താക്കിയോ? അപ്പോഴും കുറ്റക്കാരൻ അഭി തന്നെ. അഭി ചെയ്യുന്ന മാത്രമാണ് കുറ്റം. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? ഇത്രയും ആദർശം വിളമ്പിട്ട് നിങ്ങളുടെ സമീപനം ഇങ്ങനെയാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശിയോട് സംസാരിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നിർത്തടി, നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, പറയും, ഇനിയും ഞാൻ പറയും.
എനിക്കിനി ആരെയും പേടിക്കാനില്ല. ഈ വീട്ടിലെ കാരണവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുക, എനിക്കിനി ആരെയും പേടിയില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ എല്ലാവരുടെ മുഖത്ത് നോക്കി ഞാൻ പറയുകയും ചെയ്യും. ഇനി എന്നെ തടയാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ തന്നെ ഭയങ്കര അഹങ്കാരത്തോടെ നവ്യ പറയുമ്പോഴേക്കും മുത്തശ്ശൻ നവ്യയുടെ കർണത്തിൻ്റെ ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. ഇനി നീ ഒരക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത് നവ്യെ. നിന്റെ നല്ലതിനും കരുതിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ ഒന്നും മിണ്ടാതിരുന്നത്. ഈ വീട്ടിലെ അസുരസന്തതി അഭി തന്നെയാണ്. എല്ലാ തെറ്റുകളും ചെയ്തത് നിന്റെ ഭർത്താവാണ്. ആദർശം നയനയും ആ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അവർ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്നറിയാവോ? നിന്റെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട്. അബിയെ പോലെ ഒരു ചതിയനെ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ കൊള്ളൂല. എന്നിട്ടും അബിയെ പിന്നെയും ഈ വീട്ടിൽ തുടരാൻ സമ്മതിക്കുന്നത് നിന്നെ നിന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ്. നിനക്കറിയാവോ, അബിക്ക് ഇപ്പോഴും പല പെൺകുട്ടികളുമായിട്ട് കണക്ഷനുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് പോലും അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവൻ പിന്നെയും പഴയതുപോലെ തന്നെയാണ് ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നത്. പിന്നെ നീ അറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്, ചന്തുമോളുടെ കാര്യം. ചന്തുമോൾ ശരിക്കും അബിയുടെ കുഞ്ഞ് തന്നെയാണ്. അനഘയിൽ അബിക്കുണ്ടായ കുഞ്ഞാണ് ചന്തുമോള്. ഈ സത്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദർശന്റെ മേളിലെല്ലാം കെട്ടിവെച്ചിട്ട് അവൻ രക്ഷപ്പെടാനാണ് നോക്കിയത്. അവിടെയും അവന് രക്ഷപ്പെടാനായില്ല. DNA ടെസ്റ്റ് വരെ നടത്തിയിട്ട് ആ കുഞ്ഞ് അവൻ്റേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. അവൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് അനഘയെ തീർക്കാനായിട്ടാണ് അവളുടെ അടുത്തോട്ട് ചെന്നത്. അവളുടെ കഴുത്ത് തിരിച്ച് കൊല്ലാനും നോക്കി. മതി, ഇനി ഇതും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ വയ്യ. അറിയേണ്ടവരൊക്കെ അറിയട്ടെ. നിന്റെ ഭർത്താവിന്റെ ഗുണം എന്താണെന്ന് ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കുന്നവയെ. അവനൊരു ചതിയനാണ്. നിന്നെയും കുഞ്ഞിനെയും അവൻ ചിരിച്ചോണ്ട് കഴുത്തിറക്കുകയായിരുന്നു. നിന്റെ ഭർത്താവാണ് ഈ തെറ്റുകളെല്ലാം ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുക. നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഓർത്തിട്ട് മാത്രമാ അവനെപ്പോലൊരു പെരിങ്കള്ളനെ ഞാൻ എൻ്റെ തറവാട്ടിൽ ജീവിച്ചു പോകാൻ സമ്മതിച്ചത്. പക്ഷേ നീ നയനെയും ആദർശനെയും ഇതിന്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും നാണം കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ ഈ സത്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞില്ല. അതെന്തുകൊണ്ടെന്നറിയാവോ? നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളുടെ കുടുംബ ജീവിതം അങ്ങനെയെങ്കിലും തകരാതിരിക്കട്ടെ എന്ന് അവരും ആഗ്രഹിച്ചു എന്ന് പറയുക. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ നവ്യ ചെയ്തത്. നിന്റെ അമ്മായിമ്മയും ഭർത്താവും പറയുന്നതൊക്കെ കേട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ അവരെ താറടിക്കാനല്ലേ നീ നോക്കിയത്. നിന്റെ ഭർത്താവിന്റെ തെറ്റുകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കാൻ ഇത്ര നാളായിട്ട് നിനക്ക് പോലും കഴിഞ്ഞില്ലല്ലോ നവ്യെ. ബാക്കി എല്ലാ കാര്യങ്ങളിലും നീ പ്രതികരിക്കുന്ന ആളാണല്ലോ. എന്തുകൊണ്ടാ ഇക്കാര്യത്തിൽ നിന്റെ ഭർത്താവിനെ മാത്രം നീ സംശയിക്കാൻ ഞാൻ ചോദിക്കാം. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നവ്യ ആകെ തകർന്നടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് പോലും അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് അബിയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അബി ഒന്നും പറയുന്നില്ല കേട്ടോ. തലകുനിച്ച് തന്നെ നിൽക്കുകയാണ്. ഇത്രയും നാളും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആദർശേട്ടനെയും നവ്യനെയൊക്കെ കുറ്റപ്പെടുത്തിയതിന്റെ ഒരു കുറ്റബോധത്തോടു കൂടി നവ്യ അവിടെ അലമുറയിട്ട് കരയുകയാണ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. ആദർശനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ മാപ്പ് അപേക്ഷിക്കുകയാണ് കേട്ടോ നവ്യ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഇവന്റെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല മുത്തശ്ശ. ഇവന്റെ കൂടെ എനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല. ഇതുപോലൊരു വഞ്ചകന്റെയും കൊലയാളിയുടെയും മകനായിട്ട് എൻ്റെ മോൻ ഈ വീട്ടിൽ വളരണ്ട. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഈ വീട്ടിൽ തുടരാൻ എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ തന്നെ നവ്യ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ, നീയല്ല ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടവള്. നിന്റെ ഭർത്താവ് അബിയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടത്. അവനും അവൻ്റെ അമ്മയും കൂടെ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവനെ വേണം ആദ്യമേ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ എന്നൊക്കെ പറയുക. എന്നിട്ട് ആദർശ് അബിയുടെ ഷർട്ടിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, കേട്ടല്ലോ, നിന്റെ ഭാര്യ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന്. ഇനിയെങ്കിലും നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കൂടെടാ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ പിടിച്ച് പുറത്തോട്ട് തള്ളുകയാണ് ആദർശ്. നയന പറയുന്നുണ്ട്, ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. ചേച്ചിക്കും കുഞ്ഞിനും ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. ഇവിടെ ആരും ചേച്ചിയോടും കുഞ്ഞിനോടും ഒരു വേർതിരിവും കാണിക്കത്തില്ല. ചേച്ചിക്ക് ഇവിടെ സന്തോഷമായിട്ട് തന്നെ തുടരാം. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടവരെ പോയി. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടവരെയൊക്കെ മുത്തശ്ശൻ തന്നെ പുറത്താക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് നവ്യനെ ആശ്വസിപ്പിക്കുകയാണ് നയന. അങ്ങനെ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് അബിയെ പാടെ വെറുക്കുകയാണ് കേട്ടോ നവ്യ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്